വലിയ മരമായിട്ട് വളരുന്ന ഒരു ഔഷധ സസ്യമാണ് കടുക്ക. വേനൽക്കാലത്തും മഞ്ഞുകാലത്തും ഇവ ഇല പൊഴിക്കാറുണ്ട്. കയ്പും മധുരവും സമാസമം അനുഭവപ്പെടുന്നതാണ് ഇതിൻ്റെ വിത്ത്. വിറ്റമിൻ സി, വിറ്റമിൻ കെ, അമിനോ ആസിഡ്സ്, മഗ്നീഷ്യം, ഫ്ലേവനോയിഡ്സ്, ആൻറ്റി ഓക്സിഡൻസ് തുടങ്ങിയ അവശ്യ പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഈ കടുക്കയിൽ മലബന്ധം, ചുമ, ദഹനക്കേട്, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ വളരെ ഫലപ്രദമാണ്. ഇത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുകയും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയും ഉപാപചയ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും അവശ്യ സസ്യമായിട്ട് കണക്കാക്കപ്പെടുന്ന കടുക്ക ഹരിതകി എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. നാച്ചുറൽ ഫുഡ് ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള കടുക്ക ഒരു പ്രകൃതിദത്ത പോഷകമായിട്ട് പ്രവർത്തിക്കുകയും ഭക്ഷണത്തിൽ നിന്നും ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നത് വർദ്ധിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് ദഹന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും. നമ്മുടെ കുടൽ വൃത്തിയാക്കുക, ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നിവയിലൂടെ മലബന്ധത്തെ ചികിത്സിക്കാനായിട്ട് ഇത് സഹായിക്കും. നമ്മുടെ വയറ്റിലുണ്ടാകുന്ന അസിഡിറ്റി, വിയർക്കൽ, ഗ്യാസ് എന്നിവയെ ചികിത്സിക്കുന്നതിൽ ഇതിന് പ്രധാനപ്പെട്ട പങ്കുണ്ട്. അതേസമയം വിവിധ വയറ്റിലെ അൾസർ സാധ്യത കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കും. പല സയൻറ്റിഫിക് സ്റ്റഡീസും അനുസരിച്ച് ഹൈപ്പോഗ്ലൈസമിക് ഗുണങ്ങളാൽ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും ഈ കടുക്ക ഫലപ്രദമാണ്. ദഹനത്തിൻ്റെ സമയത്ത് കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആയിട്ട് വിഭജിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ സംവേദനക്ഷമത കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. അമിതമായിട്ടുണ്ടാകുന്ന ദാഹം, ശരീരഭാരം കുറയ്ക്കുക, ഇടയ്ക്കിടെയുള്ള മൂത്രമൊഴിക്കൽ തുടങ്ങിയ പ്രമേഹ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് ഈ കടുക്കയുടെ പൊടി പതിവായിട്ട് കഴിക്കുന്നത് ആശ്വാസം തരും. സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളിൽ നിറഞ്ഞ ഈ കടുക്ക മുഖക്കുരു, മുഖത്തെ തിണർപ്പ് തുടങ്ങിയ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ആശ്വാസം തരും. അതുവഴി നമ്മുടെ സ്കിന്നിന് മൊത്തത്തിലുള്ള ആ ഒരു സ്ട്രക്ചർ മെച്ചപ്പെടുത്താനായിട്ടും സഹായിക്കും. ഈ കടുക്ക ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് പുരട്ടുന്നത് നമ്മുടെ ടിഷ്യൂ പുനരുജ്ജീവനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവ് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് അത് സഹായിക്കും. ഇത് നമുക്കുണ്ടാകുന്ന ചൊറിച്ചിൽ, താരൻ, മുടി കൊഴിച്ചിൽ തുടങ്ങിയ തലയോട്ടിയിലെ അണുബാധകളെ ചികിത്സിക്കാനായിട്ടും സഹായിക്കും. അങ്ങനെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടും സിൽക്കി ആയിട്ടും ഇരിക്കാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുണ്ടാകുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാനായിട്ട് ഈ കടുക്കയുടെ പൊടിയും തേനും ചേർത്ത് ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളത്തിൽ കുടിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന AMA ടോക്സിനുകളെ ഇല്ലാതാക്കി ശരീരത്തെ വിഷമുക്തമാക്കുകയും വിശപ്പും ആസക്തിയും അകറ്റി നിർത്തുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ഊർജ്ജം നൽകുകയും ദീർഘായുസ് നൽകുകയും ചെയ്യാനായിട്ടും ഇത് സഹായിക്കും. മാത്രമല്ല ഇത് നമ്മുടെ വായയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും സഹായിക്കും. അതായത് മോണരോഗങ്ങൾ, വായിലെ വ്രണങ്ങൾ തുടങ്ങിയ ദന്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇത് ഏറെ ഫലപ്രദമാണ്. ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളാൽ നിറഞ്ഞ ഈ ഒരു സസ്യം നമ്മുടെ വായിലെ അറകളിൽ നിന്നും ബാക്ടീരിയ ആക്രമണം ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. ഈ കടുക്കയുടെ പൊടി ഉപയോഗിച്ച് നമുക്ക് പല്ല് തേക്കാനായിട്ട് എടുക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു മൗത്ത് വാഷ് ആയിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വായിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ടും ഇത് നമ്മളെ സഹായിക്കും. ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം അമിതമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക.